ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹോം ഓഫ് ത്രീ ബ്രോസ്. ഇന്ന് നമുക്ക് വയനാട്ടിലെ ഒരു അടിപൊളി റിസോർട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. പടിഞ്ഞാറത്തറയുള്ള പെറ്റൽസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ്. ഒരു 1 ഡേ ട്രിപ്പായിരുന്നു. അടിപൊളി വ്യൂ ഉള്ളൊരു റിസോർട്ടാണിത്. അടിപൊളിയാ സ്ഥലം അടിപൊളിയാണ്. ഇവിടെ കാണാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഈ ഒരു പൂളിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടുന്ന് നോക്കിയാൽ ഭയങ്കര ഭംഗിയിൽ ആ ബാണാസുര ഹിൽസൊക്കെ കാണാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ കൊറോണ ആയതുകൊണ്ട് ഇവിടെ റെസ്ട്രിക്ഷൻസാണ്. പൂളിലൊന്നും ഇറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ പ്രൈവറ്റ് പൂൾസായിട്ട് റൂമിലൊക്കെ ഉള്ള പൂൾസ് ഉണ്ട്. അതേപോലെ ഇവിടെ റൂംസ് എന്ന് വെച്ചാൽ ഓരോ ഭാഗമായിട്ടാണ്. കണ്ടംപററി റൂംസ് ഒരു ഭാഗത്ത്, ഹെറിറ്റേജ് റൂംസ്, അങ്ങനെ എല്ലാം ഓരോ ഭാഗത്തായിട്ടാണ് ഉള്ളത്. അതുപോലെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ഭാഗമാണെങ്കിലും അതേപോലെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പുറത്തേതായി കാണുന്നതൊക്കെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ആണ്. കുറേ മുളക്കാടുകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെയുള്ളൊരു ഏരിയ ഉണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഇത്. ഫുള്ള് പക്ഷികളൊക്കെ സൗണ്ടൊക്കെ ആയിട്ട്, ആളും ഇല്ലാത്തത് കാരണം ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. ഇത് താഴോട്ടേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. റിസപ്ഷൻ്റെ അവിടുന്ന് കുറേ തരം ചെടികൾ, അതേപോലെ വൃക്ഷങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു 12 ഏക്കറിലുള്ളൊരു റിസോർട്ടായത്. ഇതിന് കുറച്ച് താഴോട്ടായിട്ട് തോടൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്കുണ്ട്. അതേപോലെ ഇൻഡോർ ഗെയിംസ് ധാരാളം ഉണ്ട്. പിന്നെ ജിമ്മിനുള്ള റൂമുണ്ട്. ഉമർ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ്. ഒരു സിറ്റിംഗ് ഏരിയ പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള, നൈറ്റിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഈ നല്ല റിസോർട്ടിനെ പറ്റിയിട്ടുള്ള, ഇപ്പോൾ വയനാടൊക്കെ പോകുന്നവർക്ക് താമസിക്കാൻ പറ്റിയ, ഫാമിലിക്കാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും ഹണിമൂണിനാണെങ്കിലും നല്ലൊരു റിസോർട്ടാണിത്. ഈ സിറ്റിംഗ് ഏരിയ ആണെങ്കിൽ കംപ്ലീറ്റ് മുള കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ആ ചുറ്റുമെല്ലാം കംപ്ലീറ്റ് ഒരു മുള കൊണ്ട്, അത് മേലെ കണ്ട ഒരു കൈത്തറിയുടെ കയറ് കൊണ്ടുള്ളൊരു ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ രാത്രിയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ പാമ്പൊന്നും കടിക്കാണ്ട് സൂക്ഷിച്ചാൽ മതി. അല്ലാതെ ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പന്ത്രണ്ട് ഏക്കറുള്ള ഈ റിസോർട്ടിൽ എല്ലാ ഭാഗത്തും റൂമാണ്. നമ്മുടെ റൂം വരുന്നത് ഈ വരുന്ന വഴിക്കാണ്. കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഹെറിറ്റേജ് റൂംസ്, പിന്നെ ഈ പൂളിൻ്റെ ഇടത്ത് സൈഡിലാണെങ്കിൽ കണ്ടംപററി റൂംസ്, പിന്നെ പ്രൈവറ്റ് പൂളുള്ള റൂംസൊക്കെ, പിന്നെ മേലെ റിസപ്ഷൻ്റെ അങ്ങേ ഭാഗത്തായിട്ടൊക്കെയുള്ള. അതെന്താ ഉമറേ? പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ചെടികളാണ് കാണാൻ നല്ല ഭംഗിയിൽ. നല്ല ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. നല്ല എല്ലാം ട്രിം ചെയ്ത് ചെടികളൊക്കെ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പൂളിൻ്റെ താഴോട്ടേക്കുള്ള ഭാഗം. അതിൻ്റെ പൂള് കാണാം ഇവിടെ നിന്ന്. അതെന്താ
അതാണ് പൂളിൻ്റെ ഭാഗം. ഇതാ എനിക്ക് തുമ്മൽ വരുവേ. ആ പൂളാവും പറയാത്, വെള്ളം പോകുന്നുണ്ട് അത്. ഇത് റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ്, ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ബാണാസുര ഹിൽസാണ് ദൂരെ കാണുന്നത്. ഹനു സ്റ്റൈലയക്കാണ്. ഒമർ ഇതിനിടയിൽ ഹാനു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി, അവൻ്റെ ഫോട്ടോസ് ഇതൊക്കെ. ഒമർ ഹാനു എന്താക്കുക? ഇതിവിടുത്തെ ജിം ഏരിയ. കൊറോണയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആരും വരാറില്ല. ഹോട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ റൂം വരുന്നത്. ഇതിൻ്റെ നേരെ താഴോട്ടേക്ക് പോയാൽ തോടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഹാനു ഹാൻ ഈസ ഈസ ചിച്ച ഇരിക്കല്ലേ ഈസ 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 എത്ര മനോഹരമായ സ്ഥലമാണ് ഇത് നോക്കൂ. ചെടീൻ്റെ കളറ് വേറെ തന്നെ. ഇതേത് ചെടിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ ഇലേൻ്റെ കളറ് നോക്ക്. കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ കളറായിട്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ, മഞ്ഞ് മൂടി ഈ ഒരു കാലാവസ്ഥയിൽ കാണാൻ പ്രത്യേക ഭംഗി. ഇനിയൊന്ന് പുറത്തെല്ലാം പോയിട്ട് വരാം. ഹാനോ ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ടൈമാട്ടോ. എന്ത് ഭംഗിയാം, കുറേ മഞ്ഞ് മൂടി അങ്ങ് ദൂരെ ബാണാസുര ഹിൽസ് കാണാം. അപ്പോൾ രാവിലെ ടൈം ഒരു 7 മണി കഴിഞ്ഞ് 7 സമയമായിട്ടുണ്ട്. ഒരു ചൂടുള്ള കാപ്പിയെല്ലാം എടുത്ത് പിന്നെ ബാൽക്കണിയിലിരുന്ന് മഞ്ഞും മലയൊക്കെ നോക്കി നിന്ന് ഇങ്ങനെ ചായ കുടിക്കാനോ അല്ലേ കാപ്പി കുടിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. റിസോർട്ടിൻ്റെ കാഴ്ചകൾ ഞാനിവിടെ നിർത്തുകയാണ്. അതേപോലെ ബാണാസുര ഡാമിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വയനാടിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.